Hello students, welcome again to computer science class. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ 4th ലെസൺ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ ഓൾറെഡി കോമൺ ടാഗ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. അതായത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ടാഗുകളാണ്. അതായത് നമ്മൾ കോമൺ ടാഗ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് അല്ലേ, അതിലൊരുപാട് ടാഗുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത്. ലാസ്റ്റ് വീഡിയോയിലൊക്കെ അങ്ങനെയായിരുന്നു. അതിൻ്റെ ഇടയിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന, അതായത് അതിൽ തന്നെ വരുന്ന കോമൺ ടാഗ്സിൽ തന്നെ വരുന്ന രണ്ട് ടാഗുകളാണ് HR ടാഗ് ആൻഡ് മാർക്ക് ടാഗ്. അതായത് രണ്ട് ടാഗും കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. എപ്പോഴും ക്വസ്റ്റിന് കാണാറുണ്ട്, എക്സാംസിന് കാണാറുണ്ട്. ഈ മാർക്ക് ടാഗിനാണ് മോർ ഇമ്പോർട്ടൻസ്. അതായത് മാർക്ക് ടാഗിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലാബിൽ ചെയ്യാനുണ്ട്, പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. ദെൻ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് മാർക്ക് ടാഗിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ടാഗാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടാഗാണ് HR ടാഗ്. HR മീൻസ് ക്രിയേറ്റിംഗ് ഹൊറിസോണ്ടൽ ലൈൻ, അല്ലെങ്കിൽ ഒരു റൂള്. അതായത് നമുക്ക് നമ്മളുടെ വെബ് പേജിൽ എന്തെങ്കിലും ലൈൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഹൊറിസോണ്ടലി ലൈൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് HR ടാഗ്. അതായത് ദാറ്റ് ടാഗ് പ്രൊഡ്യൂസ് എ ഹൊറിസോണ്ടൽ ലൈൻ സ്പ്രെഡ് അക്രോസ് ദ വിഡ്ത്ത് ഓഫ് ദ ബ്രൗസർ വിൻഡോ. അതായത് ബ്രൗസർ വിൻഡോൻ്റെ ഹൊറിസോണ്ടലി അതിന് നമുക്ക് അതിൻ്റെ വിഡ്ത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം, വിഡ്ത്ത് ചേഞ്ച് ചെയ്യാം ലൈനിൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹൊറിസോണ്ടലി നമുക്കൊരു ലൈൻ അല്ലെങ്കിൽ ഒരു റൂള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് നമ്മുടെ HR ടാഗ്. ഇറ്റ് ഈസ് ആൻ എംപ്റ്റി ടാഗാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് നോട്ട് നീഡ് ടു ക്ലോസ് അല്ലെങ്കിൽ എൻഡ് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ HR ടാഗിന് നമ്മൾ പറഞ്ഞു അതിൻ്റെ വിഡ്ത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഹാവ് സം ആട്രിബ്യൂട്ട്സ്. ആ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സൈസ്. അതായത് HR ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് ഫസ്റ്റ് സൈസ്. നമുക്കതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണം. അതായത് ലൈനിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ലെങ്ത്തും ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ വിഡ്ത്തും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ അതായത് ചേഞ്ച് ദ സൈസ് മീൻസ് ചേഞ്ച് ദ തിക്നെസ് ഓഫ് ദ ലൈനിൻ്റെ തിക്നെസ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സൈസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സൈസ് കൊടുക്കാം? നമുക്ക് പിക്സെൽസിൽ, അതായത് സൈസ് നമ്മൾ കൊടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് പിക്സെൽസ്. അതായത് നമുക്കറിയാം പിക്സെൽസ് അല്ലേ, നമ്മളെ വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്സെൽസ് അല്ലേ, 360 അല്ലെങ്കിൽ 360 to 40 എന്ന് പറഞ്ഞ പിക്സൽ റേറ്റിലാണ് നമ്മളുടെ വിൻഡോ അല്ലെങ്കിൽ മോണിറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിക്സൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് ചെയ്തിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ CRT മോണിറ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്സൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പിക്സൽസിൻ്റെ സൈസിനനുസരിച്ചാണ് വിഡ്ത്തിന് ചേഞ്ച് വരുന്നത്, ലൈനിൻ്റെ തിക്നെസ്സിന് ചേഞ്ച് വരുന്നത്. ഓക്കെ, ദെൻ വിഡ്ത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ദ വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത്ത്, അതിൻ്റെ ലൈനിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്തിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഡ്ത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പിക്സെൽസിൽ കൊടുക്കാം, പിക്സെൽസിൻ്റെ റേറ്റിൽ കൊടുക്കാം അതിൻ്റെ വാല്യൂവിനെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വിൻഡോ ഓഫ് പെർസെൻറ്റേജ്. അതായത് നമ്മൾ ആ വിൻഡോയ്ക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും അല്ലേ, വിൻഡോ പിക്സെൽ അല്ലെങ്കിൽ പെർസെൻറ്റേജിലായിരിക്കും. ആ പെർസെൻറ്റേജിൻ്റെ റേറ്റ്, അതായത് 10%, 20%, അങ്ങനെ പെർസെൻറ്റേജിൻ്റെ റേറ്റിലും നമുക്ക് എന്ത് കൊടുക്കാം, ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 72 പിക്സെൽസ് ചേർന്നതാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിക്സെൽസ് 72 പിക്സൽ ചേർന്നതിനെയാണ് നമ്മൾ 1 ഇഞ്ച് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ലൈൻ, നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ടൈമിൽ നമുക്ക് ലൈനൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലൈൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ HR ടാഗാണ് കൊടുക്കുക. അപ്പോൾ HR ടാഗ് കൊടുത്താൽ നമുക്ക് ലൈൻ കിട്ടും. പക്ഷേ നമുക്ക് ആ ലൈനിന് കുറച്ചുകൂടെ സ്പെസിഫിക്കേഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പോഴാണ് നമ്മൾ ആ ടാഗിനെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സിനെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ സൈസ് വിഡ്ത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ആട്രിബ്യൂട്ടാണ് നോ ഷെയ്ഡ്. അതായത് ഷെയ്ഡ് വേണ്ട, അതായത് അതിന് വാല്യൂ ഇല്ല. നോ ഷെയ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ട്, ആ ലൈനിന് ഷെയ്ഡ് വരില്ല, നോ ഷെയ്ഡ്. ഓക്കെ, അങ്ങനെ ഷെയ്ഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോ ഷെയ്ഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കും. പക്ഷേ അതിന് നമ്മൾ വാല്യൂ കൊടുക്കില്ല. അതായത് നമ്മൾ സാധാ കേസിൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വൽ ടു ഇട്ടിട്ട് വിത്തിൻ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് അതിന് വാല്യൂ കൊടുക്കുക അല്ലേ. നമ്മൾ കണ്ടു കുറേ ആട്രിബ്യൂട്ട്സ്, ടാഗും കണ്ടു, അതിൻ്റെ ആട്രിബ്യൂട്ട്സും കണ്ടു. അപ്പോൾ അതിന് വാല്യൂ കൊടുക്കണത് നമ്മൾ പറഞ്ഞു ഈക്വൽ ടു ഇട്ടിട്ട് ഏതാണോ നമ്മളെ
ടാഗ്, ദെൻ അതിനെ നമ്മൾ എന്താ സ്പേസ് ഇട്ടിട്ട് അല്ലേ, സ്പേസ് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യും. എന്ത് കാണിക്കാൻ? അതിൻ്റെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് കാണിക്കാൻ. ദെൻ ആട്രിബ്യൂട്ടിന് നമ്മൾ പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്താൽ പോരാ, അതിന് വാല്യൂ വേണമെന്നല്ലേ. വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഈക്വൽ ടു ഇട്ടിട്ട് വിത്തിൻ ഡബിൾ കോഡ്സ് ഓർ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ് അതിന് വാല്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ നോ ഷെയ്ഡ്, അതായത് HR ടാഗിൻ്റെ നോ ഷെയ്ഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനെന്താ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് നോ വാല്യൂസ്. ഓക്കെ. ദെൻ അടുത്തതാണ് എന്ത്? കളർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വരുന്നത്. എന്തായിരിക്കും? നമുക്ക് ആ ലൈനിന് കളർ കൊടുക്കാൻ പറ്റും അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബേസിക്കലി നമ്മൾ ബ്ലാക്ക് കളറുള്ള ലൈൻസ് ആണ്. ഇനി അതല്ല നമ്മളുടെ ഇഷ്ടത്തിന് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഈ കളർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അപ്പോൾ HR ദെൻ കളർ ഈക്വൽ ടു എന്താണ്, നമുക്ക് ഡബിൾ കോഡ്സിനുള്ളിൽ യെല്ലോ, ഗ്രീൻ, റെഡ് ഏത് കളറാണോ വേണ്ടത് അത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലേ. അലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്സ് ദ അലൈൻമെൻറ്റ് ഓഫ് ദ ലൈൻ. എവിടെയാണോ നമുക്ക് അലൈൻമെൻറ്റ് വേണ്ടത്, അതായത് ലൈൻ എവിടെയാണോ നമ്മുടെ വിൻഡോയിൽ വരേണ്ടത്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ സെൻറ്ററിലായിട്ടാണോ നമ്മളുടെ ലൈൻ വരേണ്ടത്, അപ്പോൾ അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ HR ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മളെന്താ അത് empty ടാഗാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതാണ് എന്ത്? അതിൻ്റെ സൈസ്, വിഡ്ത്ത്, നോ ഷെയ്ഡ്, ദെൻ കളർ കൊടുക്കാൻ പറ്റും അതിന്, ദെൻ അലൈൻ ചെയ്യാൻ പറ്റും അല്ലേ, ലെഫ്റ്റിലോ റൈറ്റിലോ സെൻറ്ററിലോ അതിനെ അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിലൊരു HTML കോഡ് തന്നെയുണ്ട് എക്സാമ്പിളായിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. നമുക്ക് ആ ഹൊറിസോണ്ടൽ റൂൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഹെഡിങ് ടാഗ്സ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു H1 to H6 അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ ആ നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഹൊറിസോണ്ടൽ റൂൾസ് എന്ന് പറയുന്നത് നമ്മളെ H1 to H6 അത് ആ ടാഗ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ഇവിടെ ഹൊറിസോണ്ടൽ റൂൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈൻ 1, ലൈൻ 2, ലൈൻ 3 എന്ന് പറഞ്ഞ ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളെന്താ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലൈൻ വരണം അല്ലേ. കണ്ടോ? ലൈൻ 1, ലൈൻ 2 പല ടൈപ്പിൽ ലൈൻസ് വന്നിട്ടുണ്ട്, അതായത് പല വിഡ്ത്തിലും പല ലെങ്ത്തിലൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ആ ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് HR ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈൻ നോക്കാം, രണ്ടാമത്തെ ലൈനിലെ ഒക്കെ ഇതിൻ്റെ ലെങ്ത്ത് ചേഞ്ച് ഉണ്ട്, ദെൻ കളറുകൾ ചേഞ്ച് ഉണ്ട് അല്ലേ. ഇതൊക്കെ നമ്മളെങ്ങനെയാണ് HR ടാഗിൻ്റെ തന്നെ നമ്മൾ കണ്ട ആ ആട്രിബ്യൂട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഇങ്ങനെ ലൈൻസ് വരുത്തുന്നത്. ഓക്കെ. അതിൻ്റെ കോഡ് കറസ്പോണ്ടിങ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ഓരോ എക്സാമ്പിൾ കാണുമ്പോഴും അതിൻ്റെ കോഡ് കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മളിപ്പോൾ ഈ ലെസൺ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാറായി, ഇനി ഒരു 2 വീഡിയോ കൂടി ആയ ഈ ലെസൺ കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ സൈഡാണ്, അതായത് പ്രോഗ്രാം HTML കോഡ് എഴുതിപ്പിക്കുക നിങ്ങളെ കൊണ്ട്, അത് സെൻഡ് ചെയ്ത് തരാം. അത് ഞാൻ പറയാം അടുത്തടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഓരോ ടാഗും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ HR ടാഗിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ കോഡുണ്ട്, HTML കോഡുണ്ട്. ഔട്ട്പുട്ട് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ നമുക്ക് പല കളറിൽ എന്താ ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ നമുക്ക് പല ടൈപ്പിൽ എന്താ ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HR ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടാഗാണ് മാർക്ക് യു ടാഗ്. ഓക്കെ. മാർക്ക് യു ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേയിങ് ടെക്സ്റ്റ് ഇൻ സ്ക്രോളിംഗ് മാർക്ക് യു. അതായത് നമ്മൾ വെബ് പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ചില വെബ് പേജിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ മാർക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണുന്നുണ്ടാവും അല്ലേ. നമ്മളിങ്ങനെ ഇപ്പോൾ ആമസോണിൻ്റെ ഒക്കെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെയിൽ മീൻസ് 50% സെയിൽ അല്ലേ, അങ്ങനെ ഓഫറുകൾ അല്ലെങ്കിൽ സെയിലുകളൊക്കെ വെബ് പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, വെബ്സൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കാണാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും ഇല്ലേ. അങ്ങനെ നമുക്ക് എന്താ ഒരു വെബ് പേജിന്, അതായത് അട്രാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് നമുക്ക് വെബ് പേജിൽ നമ്മുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്താ ടെക്സ്റ്റിനെ നമുക്ക് എന്ത് വേണം, സ്ക്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ മാർക്ക് യു എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെന്താ എൻഡ് ചെയ്ത് കാണിക്കണം, ക്ലോസ് ചെയ്ത് കാണിക്കണം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം മാർക്ക് യു ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ടാഗ് ഡിസ്പ്ലേ എ പീസ് ഓഫ് ടെക്സ്റ്റ് ഓർ ഇമേജ് സ്ക്രോളിങ് ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി ഇൻ ദ വെബ് പേജ്. നമുക്ക് ടെക്സ്റ്റിനെയോ അല്ലെങ്കിൽ ഇമേജിനെയോ എന്തിനെ വേണമെങ്കിലും നമുക്ക് എന്താ സ്ക്രോൾ ചെയ്യാം. എങ്ങനെ? ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി നമുക്ക് സ്ക്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട്, അതായത് പീസ് ഓഫ് ടെക്സ്റ്റ് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, വെബ് പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകണം, അല്ലെങ്കിൽ എന്താ പറയുക അനിമേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അല്ലേ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുമോ ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഇമേജിനോ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് മാർക്ക് യു എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ. അപ്പോൾ അങ്ങനെ മാർക്ക് യു എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആട്രിബ്യൂട്ട്സ്. ഓക്കെ. അതെന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഹൈറ്റ്.
ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ആ മാർക്യൂന്, അതായത് ആ മാർക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താ, ടെക്സ്റ്റ് ആയിരിക്കാം, ഇമേജ് ആയിരിക്കാം അല്ലേ, മാർക്യൂ ചെയ്യേണ്ടത്, സ്ക്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതായത് പിക്സൽസിലോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ദ ബ്രൗസർ വിൻഡോൻ്റെ കേസിലോ നമുക്ക് എന്താ, പെർസെൻറ്റേജിലോ നമുക്ക് എന്താ ആ മാർക്യൂൻ്റെ അല്ലെങ്കിൽ ആ സ്ക്രോൾ ചെയ്യേണ്ട ടെക്സ്റ്റിൻ്റെയോ ഇമേജിൻ്റെയോ എന്തിൻ്റെയോ വേണമെങ്കിലും നമുക്ക് എന്താ അതിൻ്റെ ഹൈറ്റിനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, വിഡ്ത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, വിഡ്ത്ത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്തായിരിക്കും, വിഡ്ത്തിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, എന്തിൻ്റെ, മാർക്യൂ. അതായത് മാർക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ, സ്ക്രോൾ ചെയ്യേണ്ട ടെക്സ്റ്റ് അല്ലെങ്കിൽ അത് അല്ലേ, അതിൻ്റെ എന്താ വിഡ്ത്തിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലും നമുക്ക് എങ്ങനെ പിക്സൽസ് ആയിട്ടും കൊടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പെർസെൻറ്റേജ് ഓഫ് ദ ബ്രൗസർ വിൻഡോൻ്റെ എത്ര പെർസെൻറ്റേജിൽ നമുക്ക് എന്താ അതിൻ്റെ വിഡ്ത്ത് വരണം, അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഡയറക്ഷൻ അല്ലേ. നമ്മൾ പറഞ്ഞു എന്താ, ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഒക്കെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനെന്ത്, ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്പെസിഫൈ ചെയ്യുന്നത് എന്താ, ഡയറക്ഷൻ ഇൻ വിച്ച് മാർക്യൂ ഷുഡ് സ്ക്രോൾ അല്ലേ, എവിടെ നിന്ന് മാർക്യൂ എങ്ങനെയാണോ സ്ക്രോൾ ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ സ്ക്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ വാല്യൂസ് അല്ലേ, മാർക്യൂ ദെൻ ഡയറക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താ, അതായത് അതിൻ്റെ വാല്യൂ കൊടുക്കണം അല്ലേ. എങ്ങനെയൊക്കെ അപ്പിലേക്ക് നമുക്ക്, അതായത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം, ഡൗണിലേക്ക് സ്ക്രോൾ ചെയ്യാം, ലെഫ്റ്റ് റൈറ്റ്, ഈ 4 ടൈപ്പിലാണ് നമുക്ക് എന്താ അതിൻ്റെ ഡയറക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബിഹേവിയർ. ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ടൈപ്പ് ഓഫ് ദ മാർക്യൂ. ആ മാർക്യൂവിൻ്റെ ടൈപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഇതിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായത് നമുക്ക് പല ടൈപ്പിൽ നമ്മൾ കാണുന്നുണ്ടായിരിക്കും, സ്ക്രോൾ ചെയ്യാൻ പറ്റും, പിന്നെ ഇങ്ങനെ സ്ലൈഡായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് സ്ക്രോളിങ്ങും സ്ലൈഡിങ്ങും ഒക്കെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ നമ്മളെന്താ ഈ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രോൾ ചെയ്തിട്ടാണോ വരേണ്ടത്, അല്ലെങ്കിൽ സ്ലൈഡായിട്ടാണോ വരേണ്ടത്, അല്ലെങ്കിൽ രണ്ടും കൂടി ഓൾട്ടർനേറ്റീവ് ആയിട്ടാണോ വരേണ്ടത്, അങ്ങനത്തെ ഒരു ടൈപ്പിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യണം മാർക്യൂവിന്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ബിഹേവിയർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇനി സ്ക്രോൾ ഡിലേ. അതായത് സ്ക്രോൾ ഡിലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അതായത് നമ്മളെ വെബ് പേജിൽ എന്തോ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പീസ് ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കണം അല്ലേ, ഒരു ഡിലേ കൊടുക്കണം, ഒരു ടൈം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്പെസിഫൈസ് ദ ടൈം ഡിലേ ബിറ്റ്വീൻ ഈച്ച് ജമ്പ്. അതായത് ഓരോ ജമ്പിലും അല്ലേ, ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അതിങ്ങനെ നീങ്ങും, ലെഫ്റ്റ് ടു റൈറ്റോ അപ്പ് ടു ഡൗൺ എങ്ങനെ വേണമെങ്കിലും അത് സ്ക്രോളിങ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഓരോ ജമ്പിലും അതിന് വേണ്ട ഡിലേ അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്താ ടൈമിൽ ഇൻ സെക്കൻഡ്സിലാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 10 സെക്കൻഡ് 15 സെക്കൻഡ് അങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്താ അങ്ങനെ ഡിലേ ടൈം, അതായത് ഒരു ടൈം സെറ്റ് ചെയ്യണമെന്നുണ്ട്, നമുക്ക് സ്ക്രോൾ ഡിലേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഈ സ്ക്രോൾ ഡിലേ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്താ സെക്കൻഡ്സിലാണ് അതിൻ്റെ ടൈം കൊടുക്കുക. ഓക്കെ, ഇനി വരുന്ന ആട്രിബ്യൂട്ടാണ് സ്ക്രോൾ എമൗണ്ട്. സ്ക്രോൾ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, സ്പീഡ് ഓഫ് മാർക്യൂ ടെക്സ്റ്റ്. നമ്മൾ ചില ടെക്സ്റ്റുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻ ഇങ്ങനെ സ്ലോവിൽ പോണ കാണുന്നുണ്ടായിരിക്കും, സ്ക്രോളായിട്ട് പോണുണ്ടായിരിക്കും. ചില ഇൻഫർമേഷൻ അതിനെങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ അല്ലേ മൂവ്മെൻറ്റ് ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ആ സ്ക്രോൾ എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത്, അതായത് അതിൻ്റെ സ്പീഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് സ്ക്രോൾ എമൗണ്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ആട്രിബ്യൂട്ടാണ് എന്ത്, ലൂപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ലൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫൈസ് ഹൗ മെനി ടൈംസ് ദ മാർക്യൂ എലമെൻറ്റ് ഷുഡ് സ്ക്രോൾ ഓൺ ദ സ്ക്രീൻ. മാർക്യൂ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് എത്ര ടൈം ലൂപ്പിംഗ് അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര ടൈം ആ വെബ് പേജിൽ ഇങ്ങനെ എന്താ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം, ആ സ്ക്രീനിൽ എത്ര ടൈം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ലൂപ്പ് എന്ന് പറഞ്ഞ എലമെൻറ്റ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലൂപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ഡിഫോൾട്ടായിട്ട് നമ്മളെന്താ ഇൻഫിനിറ്റ് ആണ് കൊടുക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെബ് പേജ് അവിടെ നമ്മൾ എപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതിങ്ങനെ കണ്ടിന്യൂ ഇൻഫിനിറ്റ് ആയിട്ട് എന്താ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. ദാറ്റ് മീൻസ് എന്താ മാർക്യൂ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്നത് എന്തായിരിക്കണം എന്ന് എൻഡ്ലെസ്ലി അല്ലേ. ആ വെബ് പേജിൻ്റെ നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും എൻഡ്ലെസ് ആയിട്ട് എന്താ അത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, മീൻസ് അത് ഇങ്ങനെ എന്താ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് എന്ത് ലൂപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. നെക്സ്റ്റ് ഇനി പറയുന്നതാണ് എന്ത് BG കളർ. നമ്മൾ കണ്ടിട്ടുണ്ട് BG കളർ അല്ലേ, ഏതിലായിരുന്നു ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് അല്ലേ BG കളറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ BG കളർ അതായത് മാർക്യൂവിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് എന്ത് BG കളർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളർ ഇൻ ടേംസ് ഓഫ് കളർ നെയിം ഓർ കളർ ഹെക്സ വാല്യൂ. നമുക്ക് എന്താ ആ മാർക്യൂ ടെക്സ്റ്റിന് അല്ലെങ്കിൽ മാർക്യൂവിന് നമുക്ക് എന്ത് കൊടുക്കാം, കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്
ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കളറിൻ്റെ നെയിം കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ കൊടുക്കാം, ഹെക്സാഡെസിമൽ വാല്യൂ അല്ലെ, കളറിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ ഉണ്ട്, ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ജനറലി നമ്മൾ എന്താ കളർ നെയിം വെച്ചിട്ട് തന്നെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് BG കളർ. നെക്സ്റ്റ് എച്ച് സ്പേസ്, അടുത്തൊരു ആട്രിബ്യൂട്ട് ആണ് എന്ത് എച്ച് സ്പേസ്. ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ സ്പേസ് എറൗണ്ട് ദ മാർക്ക് യു. അതായത് നമുക്ക് എന്താ ഹൊറിസോണ്ടൽ സ്പേസ്, നമ്മൾ പറഞ്ഞു എന്താ ഹൊറിസോണ്ടലി വെർട്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, മാർക്ക് യു അല്ലേ, അതായത് പീസ് ഓഫ് ടെക്സ്റ്റിനെ നമുക്ക് എന്താ സ്ക്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഹൊറിസോണ്ടലി വരുന്ന സ്പേസ് കൊടുക്കണം നമുക്ക്. ഓക്കെ, ഇന്ന പ്ലേസിൽ നിന്നാണ് നമ്മളെ മാർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹൊറിസോണ്ടലി ഉള്ള സ്പേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എച്ച് സ്പേസ്. നെക്സ്റ്റ് ആണ് എന്ത് വി സ്പേസ്. അതെന്താ വെർട്ടിക്കൽ സ്പേസ്. ദാറ്റ് മീൻസ് സ്പെസിഫൈസ് ദ വെർട്ടിക്കൽ സ്പേസ് അറൗണ്ട് ദ മാർക്ക് യു. ഓക്കെ, ഇതും നമ്മൾ എങ്ങനെയാണ് പിക്സൽസിലോ അല്ലെങ്കിൽ പെർസെൻറ്റേജിലോ ആണ്. അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള സ്പേസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. അവിടെ നിന്നാണ് നമ്മളെ മാർക്ക് യു എങ്ങനെ ഒന്നില്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ റൈറ്റിലേക്ക് എങ്ങനെയൊക്കെ സ്ക്രോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ എച്ച് സ്കേപ്പും വി സ്കേപ്പും നമ്മൾ കൊടുക്കണം. ഹൊറിസോണ്ടലി വെർട്ടിക്കൽ സ്പേസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്താ മാർക്ക് യു എന്ന് പറഞ്ഞ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടും വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് കാണാറുണ്ട്. ലാബ് എക്സാമിന് നമ്മളെല്ലാ പ്രാവശ്യവും ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. HTML സൈഡിൽ നിന്ന് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മാർക്ക് യു ടാഗ് യൂസ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് കാണിക്കുക. ചിലപ്പോൾ ഇമേജ് പറയും, ചിലപ്പോൾ എന്താ ടെക്സ്റ്റ് പറയും. ഓക്കെ, അപ്പോൾ ടാഗ് എന്താ, അതിൻ്റെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളത് അതുപോലെ തിയറി എക്സാമിനായിട്ടും എന്താ പറയുക 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കാണാറുണ്ട് അല്ലേ. നമുക്കറിയാം അത്യാവശ്യം ആട്രിബ്യൂട്ട് ഉണ്ട്, മാർക്ക് യു ടാഗ് എന്താണെന്നുള്ളത് എഴുതാം. അപ്പോൾ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അത്രയും ഇതിൽ ഇമ്പോർട്ടൻസിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, നോട്ട് എഴുതുമ്പോഴായാലും ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക, ദെൻ പഠിക്കുക നന്നായിട്ട്. ഓക്കെ, അപ്പോൾ മാർക്ക് യു എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എന്താ പറയുക ഇനി കോഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ടാഗുകൾ കഴിഞ്ഞതിന് ശേഷം തുടങ്ങും കേട്ടോ. സോറി, HTML ടാഗുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി എന്ത് കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഇന്നത്തെ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.